1000 ദിവസം കൊണ്ട് ലോകം ചുറ്റി 1000 ഷോർട്ട് വീഡിയോയുമായി സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്ത നസീർ യാസിൻ 2016 നാസ് ഡെയിലി എന്ന പേരിൽ അദ്ദേഹം യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. മറ്റ് യൂട്യൂബ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവം നാസ് ഡെയിലി പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. 1 മിനിറ്റിൽ താഴെയുള്ള റീലുകൾ 1000 ദിവസം മുടങ്ങാതെ പോസ്റ്റ് ചെയ്തു. അതിനാണെങ്കിലോ കമന്റുകളെല്ലാം പോസിറ്റീവ് മാത്രം. അക്കാലത്ത് ഫേസ്ബുക്കിൽ വീഡിയോയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇത്തരം റീലുകൾ കൂടുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കോടിക്കണക്കിന് ആളുകൾ നാസ് ഡെയിലി വഴി റീലുകൾ കണ്ടു. റീലുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിയതിന് പിന്നാലെ അതിന്റെ പ്രോഗ്രസ് താൻ ധരിച്ച വസ്ത്രത്തിൽ പ്രദർശിപ്പിച്ചു. സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്തുകൊണ്ട് നാസ് ഡെയിലി മുന്നേറി. 2019 ആകുമ്പോഴേക്കും 1000 ദിവസം കൊണ്ട് 1000 വീഡിയോ എന്ന ദൗത്യം നാസ് ഡെയിലി വഴി പൂർത്തീകരിച്ചു. തന്റെ ഓൺലൈൻ ഫോളോവേഴ്സിന്റെ മീറ്റപ്പ് കൂടി സംഘടിപ്പിച്ചുകൊണ്ട് അയാൾ തന്റെ പേര് കൂടുതൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. പിന്നീട് കരിയറിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള സുവർണ കാലഘട്ടത്തിലൂടെ അദ്ദേഹം നീങ്ങിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച ഉണ്ടാകുമെന്ന് പറയും പോലെ നസീർ യാസിനും താഴ്ചയിലേക്കുള്ള കൈപ്പുരസം രുചിക്കേണ്ടി വന്നു. വീഡിയോ പങ്കുവയ്ക്കുന്നതിലൂടെ ധാരാളം നെഗറ്റീവ് കമന്റുകളും അദ്ദേഹത്തെ തേടിയെത്തി. 2021 ജൂലൈയിൽ ഒരു വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വേൾഡ് ഓൾഡസ്റ്റ് ടാറ്റു ആർട്ടിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഫിലിപ്പീൻസിലെ വാങ് ഓങ് എന്ന സ്ത്രീയുടെ വീഡിയോയായിരുന്നു നാസ് അപ്ലോഡ് ചെയ്തത്. മറ്റ് ടാറ്റു ആർട്ടിസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായി ടാറ്റു ചെയ്യുന്നതിന് മരത്തിന്റെ മുള്ളുപോലുള്ളവ സൂചിയായി ഉണ്ടാക്കിയെടുത്താണ് അവർ ടാറ്റു ചെയ്തിരുന്നത്. ഇത് പ്രേക്ഷകരെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. വാങ് ഓങ്ങിന്റെ കഴിവ് കണ്ട് എല്ലാവരും പോസിറ്റീവ് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാങ് ഓങ് വിൽ ടീച്ച് ഇൻ നാസ് അക്കാദമി ഫ്രം നൗ എന്ന് കുറിച്ചു. ഇതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ലോകത്തിലെ വിദഗ്ധരായ മനുഷ്യരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമായ നാസ് അക്കാദമിയിൽ വാങ് ഓങ് വരുമെന്ന കാര്യം ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ വിവരം പ്രചരിച്ചതിന് പിന്നാലെ വാങ് ഓങ്ങിന്റെ സഹോദരിയുടെ കൊച്ചുമകൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. വാങ് ഓങ് നാസ് അക്കാദമിയിലെത്തുമെന്ന വിവരം വാസ്തവമല്ലെന്നും ചിലർ ചേർന്ന് തങ്ങളുടെ സംസ്കാരത്തിന് മേൽ കടന്നു കയറാൻ ശ്രമിക്കുകയാണെന്നും പോസ്റ്റിൽ കുറിച്ചു. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് മറുപടിയായി നാസ് തന്നെ വീഡിയോ പുറത്തുവിട്ടു. അവിടെ നിന്ന് നാസ് അക്കാദമിയോട് സഹകരിച്ച എല്ലാവർക്കും പണം നൽകിയിരുന്നു. കൂടാതെ അക്കാദമിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ വിഹിതം അവർക്ക് നൽകാമെന്ന് പറഞ്ഞതായും നസീർ വെളിപ്പെടുത്തി. അവരുടെ സമ്മതം ചോദിച്ചാണ് കാര്യങ്ങൾ പുറത്തുവിട്ടതെന്നും സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി നസീർ യാസിൻ പറഞ്ഞു. എന്നാൽ വീണ്ടും വാങ് ഓങ്ങിന്റെ ഭാഗത്തു നിന്നുള്ളവരുടെ പ്രതികരണം വന്നു. ഒരു തരത്തിലും നസീർ യാസിന്റെ പ്രതികരണത്തോട് യോജിപ്പില്ലെന്നും നാസിന്റെ ആരോപണങ്ങൾ നിഷേധിക്കുന്നതായും അവർ വ്യക്തമാക്കി. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ നാസ് ഡെയിലിക്കെതിരെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാകാൻ തുടങ്ങി. നെഗറ്റീവ് ക്യാമ്പയിൻ ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ഇടിവ് വരുത്തി. ദിനം പ്രതി ഫോളോവേഴ്സ് അൺഫോളോ ചെയ്ത് നാസ് ഡെയിലിയോട് ബൈ ബൈ പറഞ്ഞു. വാങ് ഓങ്ങിന്റെ ടാറ്റു രീതി ലോക ശ്രദ്ധ ആകർഷിച്ചതിന് പിന്നാലെ NICP അതായത് നാഷണൽ കമ്മീഷൻ ഓൺ ഇൻഡിജീനിയസ് പീപ്പിൾ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി. ഇത് കേവലം വാങ് ഓങ്ങിന്റെ മാത്രം കലയായി കാണാൻ സാധിക്കില്ലെന്നും അവരടങ്ങിയ ഗോത്രത്തിന്റെ കീഴിൽ വരുന്നതാണ് ഇതെന്നുമുള്ള കണ്ടെത്തലിൽ ഇത് ചെന്നെത്തി. കേവലം ഒരു വ്യക്തിയുടെ പേരിൽ മാത്രം അടയാളപ്പെടുത്താൻ സാധിക്കുന്ന കലയല്ല ഇതെന്നും കണ്ടെത്തി. പിന്നാലെ ആ വിവാദം പതിയെ കെട്ടടങ്ങി. എന്നിട്ടും പരിഹാരമായില്ല. അടുത്ത ആരോപണം അയാളെ തേടിയെത്തി. ഫിലിപ്പീൻസിലെ കർഷകരെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആരോപണം ഉയർന്നു. എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി നാസ് തന്നെ രംഗത്തെത്തി. പല വാദങ്ങളും നിരത്തി നാസ് ആരോപണങ്ങൾക്ക് മുന്നിൽ പ്രതിരോധം തീർത്തു. വസ്തുതകൾ കൃത്യമായി പരിശോധിക്കാതെ കഥകൾ പ്രചരിപ്പിക്കുന്ന രഹസ്യ സ്വഭാവം നാസിന്റെ വീഡിയോയിൽ മറനീക്കി പുറത്തു വന്നു. ഇതെല്ലാം കാരണം നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റുകൾ പങ്കുവയ്ക്കുന്നവർക്ക് നാസ് ഡെയിലി ഒരു പാഠമാണ്. വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ കേവലം കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടുമെന്നേ ഉള്ളൂ. ഇത്തരം കോണ്ടന്റുകൾ പ്രചരിപ്പിക്കുന്നത് കാഴ്ചക്കാരിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാൻ കാരണമാകും. അതാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും തന്റെ പ്രതാപകാലത്ത് നിന്ന് ഇടിവ് സംഭവിച്ചെങ്കിലും നാസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്നുണ്ട്.